നമസ്കാരം. ഹമാസിനെതിരായ ഇസ്രായേലിൻ്റെ പോരാട്ടം ശക്തമാക്കിയിരിക്കെ ഇപ്പോൾ ഹമാസിൻ്റെ നേതാക്കൾ പലരും ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മുങ്ങിയതായി സൂചന. യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാനില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നസർ ആശുപത്രിയിൽ നടത്തിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 200ഓളം ഹമാസ് തീവ്രവാദികളെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ചാണ് യാഹ്യ സിൻവറും മറ്റ് ഉന്നത നേതാക്കളുമായിട്ട് വിദേശങ്ങളിൽ കഴിയുന്ന ഹമാസിൻ്റെ നേതാക്കൾക്കുള്ള ബന്ധം ഇല്ലാതായിരിക്കുന്നുവെന്നും ഗാസയിൽ തന്നെയുള്ള അണികൾക്കും ഇപ്പോൾ ഇവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നും പറയപ്പെടുന്നത്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പിടിയിലായ ഹമാസ് തീവ്രവാദികളിൽ നിന്ന് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നസർ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 200ഓളം പേർ കീഴടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം പേരെ ഈ ഒരു ആശുപത്രിയിൽ പാർപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഈ യാഹ്യ സിൻവറിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. ഇയാളൊരു ഭൂഗർഭ അറയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം വളരെ സുരക്ഷിതമായി നീങ്ങുന്ന ഒരു ചിത്രമാണ് ഇത് പുറത്തുവിട്ടത്. ഇതുകൊണ്ടൊക്കെ തന്നെ നേതാക്കന്മാരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ അണികളെ ഈ മരിക്കാൻ പറഞ്ഞയക്കുന്നു എന്നുള്ള ധാരണയിലേക്ക് ഇപ്പോൾ ഒരുപക്ഷെ ഹമാസ് പ്രവർത്തകരും എത്തിക്കഴിഞ്ഞു എന്നാണ് കരുതേണ്ടത്. നേതാവില്ലാത്ത ഒരു അണികളായി അല്ലെങ്കിൽ സൈന്യമായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടെ വളരെ ആഡംബര ജീവിതം നയിക്കുന്ന മക്കളെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിച്ച് വളരെ സുഖകരമായി ജീവിക്കുന്ന ഹമാസിൻ്റെ അത്യുന്നത നേതാക്കളാകട്ടെ നാട്ടിലെ ഹമാസ് പ്രവർത്തകരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് എന്നുള്ള ഒരു ധാരണയും ഇപ്പോൾ സാധാരണ ഹമാസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പകരക്കാരെ കണ്ടുപിടിക്കാൻ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതും സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ മറ്റൊരു വശം, ഇസ്രായേലിൻ്റെ രഹസ്യ ചാരക്കണ്ണുകളിൽ നിന്ന് തങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന വ്യക്തമായ ധാരണ തന്നെയാണ് പലരെയും ഇപ്പോൾ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ നിരവധി പ്രവർത്തകരെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മാത്രമല്ല, ഈ നസർ ആശുപത്രി പരിസരത്തു നിന്ന് തന്നെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നിരവധി വാഹനങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്മാർക്ക് എത്രയും വേഗം തിരിച്ചു നൽകും എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൻ്റെ ആ ദിവസമാണ് ഇവർ അവിടെ പാർക്ക് ചെയ്തിരുന്ന പല വാഹനങ്ങളും ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. എന്താണെങ്കിലും ഹമാസ് ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം നേതാവില്ലാതെ, നിർദ്ദേശിക്കാൻ ആരുമില്ലാതെ തങ്ങൾക്ക് എങ്ങനെയാണ് ഇസ്രായേലിനോട് പോരാട്ടം നടത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ അവിടെ ഗാസയിലും മറ്റും നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ ഒരു പ്രശ്നം ഫലപ്രദമായി മുതലെടുത്തുകൊണ്ട് തന്നെ അവർക്ക് നേരെ അതിശക്തമായ ആക്രമണവും അതുപോലെ ഈ വീട് തോറും കയറിയുള്ള പരിശോധനയെല്ലാം തന്നെ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം.